ഹായ് മച്ചന്മാരെ, വെൽക്കം ടു മൈ ചാനൽ. ഇതെന്താണ് റോക്കറ്റാ ഗൈസ്? ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടാ, 8 മണി, അതായത് 1 മണിക്കൂർ നേരത്തെ. എയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം സെറ്റാണ്, വലിയ സീനില്ല. നമ്മുടെ ഇതിൽ വൈപ്പർ ബോക്സിൽ വെള്ളം തീർന്നിരിക്കണേ. മൊത്തത്തിലൊന്ന് സെറ്റപ്പ് ആക്കട്ടെ. നല്ല പാമ്പോ ചേമ്പോ ഒക്കെ കയറിയിരിക്കണ്ടെന്ന് നോക്കണേ. സെറ്റാണ് ഇതിൽ ചെയ്തേക്കണ മണ്ടത്തരമെന്ന് പറഞ്ഞില്ലേ, കറക്റ്റ് ഇതിൻ്റെ താഴെ തന്നെ ഈ വയർ ഓടിയേക്കണത്. വയറിന് എന്തെങ്കിലും ഒരു ചെറിയൊരു ഇത് മതി, മൊത്തം വയറടിച്ചു പോകും. വെള്ളം ചെറിയൊരു രീതിയിൽ ഇറ്റുമ്പോൾ കറക്റ്റ് ആ വെള്ളം ആ വയറിലേക്കാണ് വന്ന് വീണത്. സീനാണത്. നല്ല കാക്ക ഷിറ്റടിച്ചാണ്. നമ്മുടെ ചില്ല് മര്യാദക്ക് കഴുകിയില്ലെങ്കിൽ വിഷ്വൽ ക്ലിയർ ആവില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ന് പമ്പ അവധിയാണ്, പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്കതേ 3 കട്ട CNG ഓൾറെഡി തീർന്നിരിക്കുകയാണ്. അതായത് പകുതി CNG ഉള്ളൂ നമുക്ക്. അപ്പോൾ ഇന്ന് എങ്ങനെയൊക്കെയാണ് ഓടാൻ പറ്റുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. 12 മണി വരെയൊക്കെ ഉള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ 12 മണി കഴിഞ്ഞിട്ടായാലും പമ്പുകളിൽ നല്ല തിരക്കായിരിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇന്നത്തെ ദിവസം എന്താ സംഭവിക്കണമെന്ന് നിങ്ങൾ എന്തായാലും ലൈവായിട്ട് കണ്ടോ. നമ്മൾ എവിടെയെങ്കിലും പെട്ട് പോകണമെന്നുണ്ടെങ്കിൽ കാറിൽ കിടന്നുറങ്ങും, അത് തന്നെ പരിപാടി. അപ്പോൾ ചമരെ, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൊച്ചി റൈഡർ. ഗൈസ്, രാവിലെ തന്നെ കപ്പ് കിട്ടി ഗൈസ്. ഇതണ്ട, ഗ്ലാസ് പൊട്ടിപ്പോയി. ഒന്നും പറയണ്ട ഗൈസ്. ഞാൻ ആ മറ്റേ ക്യാമറയുടെ സംഭവം എന്ന് വെച്ചൊന്ന് ടൈറ്റാക്കിയതാണ്. കറക്റ്റ് ഇവിടെ ഇപ്പോൾ ഞാൻ ടൈറ്റാക്കിയത് എൻ്റെ മണ്ടത്തരമാണ്. എന്തായാലും വമ്പൻ ലോസ് ആയിപ്പോയല്ല ഗൈസ്, ഇത് പൊട്ടിപ്പോയി. മുടിഞ്ഞ ഡേ ആണെന്ന് എനിക്ക് തോന്നണം കേട്ടോ. ഇന്നത്തെ ദിവസം പോയെന്ന് എനിക്ക് തോന്നണത്. വള്ളിയാണല്ലോ, വള്ളി താഴത്തോട്ട് വീണ് ചില്ലൊക്കെ ആയി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇന്ന് വാഷ് ചെയ്ത് അതിൻ്റെയും പൈസ പോകും. ദൈവമേ, ഇന്നത്തെ ദിവസം പോയല്ല. മാതാവേ കാത്തോളണേ, ഇതിലും വലിയ വള്ളികളൊന്നും ഇനി വരരുതേ. നമുക്ക് നേരെ അക്സസറീസ് ഷോപ്പിലേക്ക് പോകാം. ഇവിടെ ഒരു അക്സസറീസ് ഷോപ്പുണ്ട് നമ്മുടെ വള്ളുരുത്തിയിൽ. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോകട്ടെ കൈസ്, എന്നിട്ട് ബാക്കി നോക്കാം. ഞാൻ 360 ക്യാമറ ഉണ്ടായിരുന്നേ, അപ്പോൾ അതൊന്നും ഹോൾഡ് ചെയ്യാൻ വേണ്ടി നോക്കിയാൽ, പക്ഷെ ഇതിലായിരുന്നില്ല വെക്കേണ്ടത്. അത് നമ്മുടെ ടർബോയാണ് എനിക്ക് ഇവിടെ സൈഡിൽ ഫിറ്റ് ചെയ്ത് തന്നത്. അത് അടിയിലായിരുന്നു ക്ലിപ്പ് ചെയ്യേണ്ടത്. ഞാനത് ഓർത്തില്ല കൈസ്, പെട്ടുപോയി. ക്യാമറ അതിനുള്ളിൽ തന്നെ ഉണ്ട്. നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിക്കാനേ ആകെ ഒരു ഇടങ്ങേറാണ്. മനസ്സ് ചത്തുപോണ സീനൊക്കെ. ചെറിയൊരു സംഭവമാണെങ്കിലും അതെനിക്കൊരു വലിയ സംഭവം തന്നെയാണ് ഗീസ്. ആണോ, എൻ്റെ ശ്രദ്ധയില്ലായ്മയാണ് എല്ലാത്തിനും കാരണം. ഞാൻ എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു തോൽവി ആകരുത്. പറഞ്ഞിട്ട് കാര്യമില്ല, പോയത് പോയി. ഞാൻ അടുത്തത് മേടിച്ച് വെക്കാം. സമയം 8:49 അരമണിക്കൂർ ഞാൻ അവിടെ ഡെസ്പായിട്ടിരുന്നു. നമ്മുടെ പള്ളുരുത്തി വെളിയിലൂടെയാണ് ഞാൻ കിട്ടുന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വിഷ്ണുവിൻ്റെ കട തുറന്നിട്ടില്ലല്ലോ. കമല ബേക്കറി. ഇന്ന് പെട്രോൾ പമ്പ് ഇല്ല ഒന്നാമത്. പിന്നെ 12 മണിക്ക് തുറക്കും എന്നുള്ള മൈൻഡിലൊക്കെയാണ്. കിട്ടട്ടെ, ഒരു ചെറിയൊരു കണ്ടന്റ് ആവല്ല എന്നുള്ള രീതിയിലാണ് വണ്ടി എടുത്ത് ഇറങ്ങിയത്. അപ്പോൾ ഏറ്റവും വലിയ കണ്ടന്റ് ആയിട്ടാണ്, വള്ളി കണ്ടന്റാണ് ഇന്നത്തെ ദിവസം. വള്ളി ഡേ ആയിപ്പോയല്ലോ. പെട്രോൾ പമ്പല്ലേ ഈ തുറന്നേക്കണത്? ഇതെന്ത് പണ്ടാ? പെട്രോൾ പമ്പൊക്കെ തുറന്നിട്ടാ ആളെ പറ്റിക്കാൻ വേണ്ടി പറയണം. അത് കൊള്ളാം. ഇപ്പൊ ഞാൻ ഒരു തരാമോ?
ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നില്ല. അത് കുറേ നേരം പിടിക്കുമെന്നാണ് തുറക്കുമ്പോൾ. ഞാനിവിടെ ഒരു അക്സസറീസ് ഷോപ്പുണ്ട്, പിന്നെ നമ്മുടെ ഒരു ചേട്ടൻ്റെ കടയുണ്ട് സ്റ്റിക്കർ അടിക്കണം. മുമ്പ് ഞാൻ നമ്മുടെ ബൈക്കിലൊക്കെ സ്റ്റിക്കർ അടിച്ച് അവിടെ നിന്നാണ്. അപ്പോൾ ആ ചേട്ടൻ്റെ കട തുറന്നിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ നമുക്ക് നോക്കാട്ടോ. തിരക്കാണെന്നുണ്ടെങ്കിൽ വള്ളിയാവും. എന്തായാലും നമുക്ക് ഇന്ന് മാക്സിമം ചെയ്യാൻ നോക്കാം. ഇന്നത്തെ ഒരു ദിവസം എന്തായാലും വള്ളി ഡേ ആണ്. ഇനി ഓടി വെറുതെ എന്തായാലും പൈസ വിട്ട് നമുക്ക് എന്നാലും മൊത്തത്തിൽ അങ്ങോട്ട് ഒന്ന് വണ്ടി ഒന്ന് ഗുമ്മെന്നാക്കാം. നമ്മുടെ കിണവ് ഇർഫാൻ ബസ് റജീവ് ക. എൻ്റെ ദൈവമേ, പൊട്ടിയ മിററായിട്ട് പോകരുത്. അത് അശുഭമാണെന്നൊക്കെ. ഇവിടെ എങ്ങാണ്ടും ആയിരുന്നു ആ കട. ഇതെന്താണത് പൊളിഞ്ഞു പോയാ? രാവിലെ തന്നെ ഇങ്ങനെ തുറക്കണം. ഇവിടെ ഉണ്ടാവും. ഇവിടെ ഒന്ന് ചോദിച്ചു നോക്കട്ടെടാ. ഇവിടെ ഒരു കട കിട്ടിയിട്ടുണ്ട്. കടയിലുണ്ടാവും നോക്കട്ടെ. ഗൈസ്, ആ കടയിൽ ബൈക്കിൻ്റെ ആക്സസറീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. കാറിൻ്റെ ആക്സസറീസ് ഉള്ളത് നമ്മുടെ MVD ഓഫീസിൻ്റെ തൊട്ടപ്പുറത്തൊരു ഷോപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയാണ്. പിന്നെ നമ്മുടെ ഈ സ്റ്റിക്കർ അടിക്കുന്ന അവിടെ 10 മണിയാകുമ്പോൾ തുറക്കുമെന്നും പറഞ്ഞു ആ ചേട്ടൻ. സോ ഇപ്പോൾ 9:05 നല്ല പോസ്റ്റാണ്. ഷിറ്റ്, അവിടെയും 10 മണിക്ക് തുറക്കുള്ളൂ. പെട്ട് ഉണ്ട് ഇന്നത്തെ ദിവസം. എന്തൊക്കെയാണ് സംഭവിക്കണമെന്ന് നമുക്ക് നോക്കാടാ. ഇതാ നമ്മുടെ MVD ഓഫീസ്. യെസ്, അവിടെ ടെസ്റ്റ് പാസ്സാക്കാൻ വേണ്ടി കുറേ പേര് കണ്ടിട്ടാ. അത് ഈ കടയിൽ ഇവിടെയാണ് കട. കടയിൽ തുറക്കുമ്പോൾ സമയമാവുമല്ലോ. എങ്ങനെ ഉണ്ടാവും? ആദ്യേ തുറന്നേക്കണം. എൻ്റെ ദൈവമേ, കൈനീട്ടം ഞാൻ തന്നെയാണല്ലോ. വണ്ടി വളച്ചിട. എന്താ പറഞ്ഞപ്പം തന്നെ തുറക്കണ സീൻ കണ്ട. വെസ്റ്റ് എന്നാ ടൈമിംഗ് ആണ് ചേട്ടാ. വേറെ നോക്കിയിട്ട് നോക്കട്ടെ. ഈ കടയിലില്ല ഗൈസ്. നമ്മുടെ തൊട്ടപ്പുറത്ത് നമ്മുടെ വണ്ടി സർവീസ് ചെയ്ത സർവീസ് സെൻ്റർ ഉണ്ട്. അവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് നോക്കാം. അവിടെ ആകുമ്പോൾ ഒറിജിനൽ സാധനം കിട്ടും. പക്ഷെ മുടിഞ്ഞ റേറ്റ് മേടിക്കുമായിരിക്കും. നോക്കാം, നമുക്ക് പോയി ചോദിച്ചു നോക്കാം എത്ര രൂപ ആവും. ഇവിടെ സർവീസ് സെൻ്റർ ഉണ്ട് തൊട്ടപ്പുറത്ത് തന്നെ. സർവീസ് സെൻ്റർ ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നണം. നോക്കിയിട്ട് വരട്ടെ ഗൈസ്, ഒരു മിനിറ്റ്. ഗൈസ് ഇവിടെ ഇല്ല ഗൈസ്. പെട്ട് കഴുത്തുമുട്ടിൽ ചെന്ന് നോക്കാനാ പറഞ്ഞത്. കഴുത്തുമുട്ടിലൊരു കടയുണ്ട്, അവിടെ ചെന്ന് നോക്കാൻ പറഞ്ഞു. പെട്ടോ. പക്ഷെ എൻ്റെ പൊന്നെ, അല്ലെങ്കിൽ ഇവിടെ ബുക്ക് ചെയ്യണം. സ്റ്റോക്ക് ഉണ്ടാവില്ലെന്ന് പറഞ്ഞേട്ടാ. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ടുവന്ന് തരും. ദൈവമേ, ഉണ്ണിയാളാ പരീക്ഷിക്കുകയാണോ? കഴുത്തുമുള്ള ഒരു കടയും കൂടി ഉണ്ട്. അവിടെയും കൂടി ചെന്ന് നോക്കിയിട്ട് നമുക്ക് എവിടെയെങ്കിലും പോയി ബുക്ക് ചെയ്യാം. ഇതും വെച്ചോണ്ട് ഞാൻ എന്തായാലും വണ്ടി ഓടിക്കണല്ലോ. ഐ ഡോണ്ട് ലൈക്ക്. മനസ്സ് ശരിയല്ലെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്തിട്ട് കാര്യമില്ല. വണ്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ശോകണം. അത് ശരിയാക്കണ വരെ ശോകണം. അതുകൊണ്ട് ഇത് ശരിയാക്കിയിട്ട് തന്നെ പരിപാടി ഇനി നടത്തോളൂ. ഇളകിപ്പോ അതിരുന്ന ദൈവമേ. ഗൈസ്, ആ കട തുറന്നിട്ടുമില്ല, തീർന്നു. ഇനിയിപ്പോൾ പോസ്റ്റാണ്. നമ്മൾ ഈ പോസ്റ്റ് അടിക്കും തോറും നമ്മുടെ മനസ്സ് വിഷമിച്ചുകൊണ്ടിരിക്കണേ, മനസ്സിലായോ? ഇതങ്ങോട്ട് പരിപാടി അങ്ങോട്ട് കലാശായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെയാണ്, സെറ്റാണ്. അല്ലെങ്കിൽ നെഗറ്റീവ് മൈൻഡിൽ തന്നെ വണ്ടി ഓടിക്കേണ്ടി വരും. അതാണ് ഒരു ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഞാനിവിടെയുള്ള ആക്സസറീസ് ഷോപ്പിൽ, നമ്മുടെ കൊച്ചിയിലുള്ള വിക്ക ആക്സസറീസ് ഷോപ്പിൽ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഈ സാധനം സ്റ്റോക്ക് എടുത്ത് വെക്കാറില്ല. ഇതങ്ങനെ ആക്സിഡൻ്റലി അങ്ങനെ പൊട്ടാറില്ല. അതുകൊണ്ട് ഇത് മൂവ്മെൻ്റ് ഇല്ലാത്ത സാധനം, അതുകൊണ്ട്
എടുത്ത് വെക്കാറില്ലെന്നാണ്. ഞാൻ എന്നിട്ട് നേരെ നമ്മുടെ കാർ എടുത്ത ഷോറൂമിലേക്ക് വിളിച്ചപ്പോൾ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞ് ബ്രോ ഞാൻ സ്റ്റോക്ക് ഉണ്ടെന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ ഇപ്പം തന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അവിടുത്തെ അപ്ഡേറ്റ് എങ്ങനെയാണ് നോക്കട്ടെ. ദൈവമേ, ഒരു സ്ഥലത്തും കിട്ടാനില്ലാത്തൊരു സാധനം വരുന്നല്ലേ ഇത്, വണ്ടാരം പിടിക്കാൻ. ഒന്ന് നോക്കട്ടെ ഏട്ടാ എങ്ങനെയാണെന്ന്. സെറ്റ് സാധനം കിട്ടൂലേ? കിട്ടാതിരിക്കാന്നില്ല, ഓർഡർ ചെയ്ത് നമ്മൾ വരുത്തിക്കുന്നത് എവിടെ നിന്നെങ്കിലും. ഈ കൊതുക് കയറിയൊക്കെ കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടി. നമ്മൾ വണ്ടി എവിടേക്ക് കൊണ്ട് നിർത്തിയാലും ഈ കൊച്ചിയിൽ ഓടി കൊതുകാണ് കയറണം ഫസ്റ്റ്. ഗൈസ് നമ്മുടെ ജൂ ടൗൺ എത്തിയിട്ടാ. ഇനി ജയ്ബ്രോനെ വിളിക്കുക, നമുക്ക് നേരെ ഒന്ന് ചുമ്മാ ഒന്ന് കറങ്ങാം. ടൈറ്റാനിക്കിലെ റോസ് കൊണ്ടല്ല. വെഡ്ഡിങ് ഷൂട്ടാണ് നടക്കണം കേട്ടോ. ഇവറോനെ ഇവിടെ നിർത്തിയിട്ട് വിളിക്കുക, അവിടെ വണ്ടി ഇടാനുള്ള സൗകര്യമില്ല. ഇവിടെ നിർത്തി വിളിക്കുക, കോൾ ചെയ്യുക, തിരിച്ച് കൊണ്ടുപോവാം. നമുക്ക് എന്ത് സങ്കടം വന്നാലും ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ നമ്മൾ ശാന്തി സമാധാനവും. അങ്ങനെ ഒരു കൂട്ടുകാരാണ് എനിക്ക് ജയ്ബ്രോ, മനസ്സിലായോ? അപ്പോൾ എനിക്ക് എന്ത് മനസ്സിന് വിഷമം വന്നാലും ഞാൻ പുള്ളിനെ വിളിക്കും. പുള്ളിനെ വിളിച്ച് 2 റൗണ്ട് പോകും. ചിലപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ എവിടെ വേണമെങ്കിലും പോകും. മലക്കപ്പാറ എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം. ഞാൻ പുള്ളിനായിട്ട് പോകാത്ത സ്ഥലങ്ങളില്ല, ഫുൾ ടൈം കറക്കോടും. അപ്പോൾ എൻ്റെ ജയ്ബ്രോനെ വിളിച്ച് നമുക്ക് ഒന്ന് കറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് ശാന്തമാക്കാം ഈ ഒരു സംഭവം കാരണം. അപ്പോൾ ചാമരെ ഷോർട്ട് ബ്രേക്ക്, ഞാൻ പുള്ളീനെ വിളിക്കട്ടെ. എന്തായാലും ഇന്നത്തെ ദിവസം പോയി, ബാക്കി എന്നോട് വെച്ച് കാണാം. ഗൈസ് ഇതെങ്ങനെ പൊട്ടിയെന്ന് ചിലവർക്കെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഈ സാധനം കണ്ട, ഈ സാധനം Insta360 ക്യാമറയുടെ ഒരു ടൂളാണത്. ഈ ടൂള് നമ്മൾ ശരിക്കും ഇത് ഇവിടെ ഇങ്ങനെ വെച്ച് ടൈറ്റ് ആക്കേണ്ട സ്ഥലത്ത് ഞാൻ ഇവിടെ വെച്ച് ഇങ്ങനെ ടൈറ്റാക്കി കഴിഞ്ഞാൽ ഞാൻ പൊട്ടൂല ഗൈസ്. എന്ത് പൊട്ടനായിട്ടാണോ ഇവിടെ വെച്ച് ടൈറ്റാക്കാൻ. ഇവിടെ ഇരുന്ന് വെക്കേണ്ടത്, ഇവിടെ എവിടെയാണ് ആ ടർബോ വെച്ച് തന്നത്. ആ ടർബോടെ ഉറക്കമാണ്, അവനോട് ചോദിക്കാനും പറ്റിയില്ല, വിളിച്ചിട്ട് എടുക്കണമില്ല തെണ്ടി, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സാധനമാണ് ചതിച്ചത്. എന്ത് പവറാണ് സാധനത്തിന്. ഇത് ഇങ്ങനെ ടൈറ്റ് ആകുന്നതോടെ ചെറിയ സാധനമുണ്ട് ഇത്. ഈ സാധനത്തിന് മാത്രം 10,200 കൊടുത്തു ഞാൻ. ഇത് മറ്റേ 360 ക്യാമറ സൈക്കിളിലൊക്കെ വെക്കണ ഒരു ഹോൾഡറാണ്. അങ്ങനെ സൈക്കിളിൽ എവിടെ വേണമെങ്കിലും വെക്കാം. ഇതിലാണ് നമ്മൾ 360 ക്യാമറ ഹോൾഡ് ചെയ്ത് വെക്കേണ്ടത്. ക്യാമറ ഇതിൻ്റെ ഉള്ളിലുണ്ട്, ഹോൾഡ് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ച് ഷോർട്സൊക്കെ ഇടാൻ വേണ്ടി കുറച്ച് സംഭവമൊക്കെ എടുക്കാമെന്നുള്ള മൈൻഡിൽ വെച്ചതാണ്. ഇപ്പോൾ 8,000 കിട്ടിയത്. ഇതിനിപ്പോൾ ടർബോ എവിടെയാണ് വെച്ചതെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടാണത്. ഇത് ഇങ്ങനെ വെക്കാൻ പറ്റൂല, ഇങ്ങനെ വെക്കാനൊരു സ്ഥലവും ഇല്ല ബാക്കിൽ. ആണോ, ബാക്കിലൊരു സ്ഥലവും ഇല്ല. ഈ ടർബോ എനിക്ക് നേരത്തെ സെറ്റ് ചെയ്ത് തന്നായിരുന്നു, പക്ഷെ അതെങ്ങനെയാണെന്നൊരു പിടുത്തില്ല. പറയാൻ നോക്കിയിട്ടൊന്നും നടപടി ഇല്ലാത്ത കേസാണ്. ഇന്ന് ഈ ടർബോനെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുക. എന്തായാലും ഈ മിററിന് മാറ്റിയിട്ട് ബാക്കി കാണാം. അങ്ങനെ നമ്മുടെ ജയ്ബ്രോ ഇവിടെ നിൽക്കുന്നുണ്ട്. ജയ്ബ്രോക്ക് തിരക്കാണ് ഫുൾ ടൈം. സോ നിൽക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പോയി പിക്ക് ചെയ്ത് ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാം. ബിയർ ആൻഡ് വൈൻ ജയ്ബ്രോനുണ്ട്. ഗൈസ് ഞാൻ പറഞ്ഞില്ലേ ജയ്ബ്രോ എന്നാൽ നേരെ ചായ കുടിക്കാൻ പോകുന്നു. ഇനിയും മിറർ വെച്ചോണ്ട് നേരെ ചായ കുടിക്കാൻ പോവാം. പോണ വഴിക്ക് ഏതെങ്കിലും അക്സസറീസ് ഷോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാടാ. ഇന്ന് ചായ കുടിക്കാൻ എങ്ങോട്ടേക്കാ പോണേന്ന് അറിയില്ല, ഏതായാലും നേരെ പോണേ. ജയ്ബ്രോ ഫുള്ള് കോമഡി ആയിരിക്കും. എൻ്റെ വണ്ടി കയറി കഴിഞ്ഞാൽ അങ്ങനെ നേരെ ചായ കുടിക്കാൻ എപ്പോഴും അതിരപ്പള്ളി, മലക്കപ്പാറ, മൂന്നാർ ഇവിടെയൊക്കെ പോകും. ഇന്നത്തെ ഓട്ടം ഇങ്ങനെയാണ്. അപ്പോൾ മിറർ പൊട്ടിക്കഴിഞ്ഞ് ആകെ സെൻറ്റി അടിച്ച് നേരെ ജയ്ബ്രോൻ്റെ അടുത്ത് പോയി ജയ്ബ്രോനെയും പൊക്കി. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് നമ്മുടെ ഈരനെയും പൊക്കി നേരെ അതിരപ്പള്ളിയിലേക്ക് പോകണേണ്ട. ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം പോയതാണ്, നേരെ അതിരപ്പള്ളിയിലേക്കാണ് ഇന്ന് പോണത്. അപ്പോൾ അതിരപ്പള്ളി പോയി നമ്മൾ നൈസ് പ്ലാന്റേഷൻ വാലിയിൽ ഒരു ഫുഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ പോയി ഇന്നൊരു ഉച്ചക്ക് ലഞ്ചും കഴിച്ച് നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്, തിരിച്ചിങ്ങോട്ട് പോരാടാ. അപ്പോൾ മച്ചാമാരെ വെൽക്കം ടു, പക്ഷെ അങ്ങനെയല്ല. അപ്പോൾ മച്ചാമാരെ വെൽക്കം ടു മൈ ചാനൽ കൊച്ചി റൈഡർ, അങ്ങനെയാണ് പറയേണ്ടത്. ഓക്കെ ഗൈസ്, നല്ല കിടിലം ബ്ലോക്ക് കണ്ട. ഇവിടുത്തെ ബ്ലോക്ക് കണ്ട് ഞാൻ ഫസ്റ്റ് അങ്ങോട്ട് തിരിച്ച് വന്നപ്പോൾ അവിടെ അതിലും വലിയ ബ്ലോക്ക്. എന്നിട്ട് ഞാൻ പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വന്നു.
അങ്ങാട്ടും ഇങ്ങോട്ടും മാത്രം ഇട്ട് ഓടിക്കലാണല്ലോ ദൈവം ഇന്നത്തെ ദിവസം. ഗൈസ് ഇവിടെ നല്ല കിഡിലൻ ആക്സിഡന്റ് ആണ് നടന്നേക്കണം. അതിന്റെ ബ്ലോക്ക് ആയിരുന്നു. ഉയ്യോ വണ്ടി ഇരിക്കണ നോക്കി, ഒരു രക്ഷയില്ല വണ്ടി വെറുതെ ചീത്തടി അടിച്ചാണ്. ഓഫ് പൊന്നെ, വണ്ടി കിടക്കണ കിടപ്പുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റാതിരിക്കട്ടെ. ഇതൊരു ചെറിയ വഴിയാണ്ട, ഈ വഴി ഇങ്ങനെ കയറി കയറി പോയിട്ട് നല്ലൊരു കുത്തനെ ഒരു ഇറക്കമുണ്ട്. നൈസാണ്. ഇപ്പൊ കാണിച്ചുതരാം. ഇതിലെ കൂടി വരുമ്പോ ഇതിന് നോക്കി എടുക്കണം. കാരണം വലിയ വണ്ടികൾ കയറി കഴിയുമ്പോ ഇത്തിരി കൺജസ്റ്റഡ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. വേണ്ട കുഴി നോക്കി. ഞങ്ങളിതാ വരുന്നേ, മാറിക്കോ. പൊള്ളി ബൈക്കില്ലാത്ത വണ്ടിയൊക്കെ ഞാൻ 800 കൊണ്ടുവന്നിട്ടുണ്ടോ. പൊള്ളിയായിരുന്നു പഴയ വണ്ടി. എന്റെ പൊന്നെ ഭയങ്കര ഇറക്കമാണ്. മെത്തി സ്ഥലം എത്തി. ചാലക്കുടി ഇങ്ങോട്ട്, അതിരപ്പള്ളി ഇങ്ങോട്ട്. ഓക്കെ, ഇങ്ങോട്ട് പോവാം. ഗൈസ് ഞങ്ങളങ്ങനെ പ്ലാന്റേഷൻ വാലി റിസോർട്ടിലെത്തിയിട്ടാ. ഞങ്ങൾ ഇവിടെയാണ് ഇന്ന് ഫുഡ് പറഞ്ഞേക്കണത്. ഇവിടെ ഫുഡ് പോയി കഴിച്ചിട്ട് ബാക്കി കാണാട്ടാ. ഈ ഒരു ആംബിയൻസിലിരുന്ന് നമുക്ക് ഫുഡ് അടിക്കാടാ. എങ്ങനെയുണ്ട് സ്ഥലം? അങ്ങ് എപ്പോഴും വന്ന് സ്റ്റേ അടിക്കണ ഒരു പ്രോപ്പർട്ടി വേണ്ട. അപ്പം നമുക്കറിയാം ഇവിടുത്തെ ചേട്ടന്മാരോട് വിളിച്ച് പറഞ്ഞായിരുന്നു ഇന്ന പോലെ ഫുഡ് അടിക്കാനുണ്ടാവും. ഫുഡൊന്ന് സെറ്റാക്കി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വെജിറ്റേറിയനും 2 നോൺ വെജും ഉണ്ടോ പറഞ്ഞേക്കണത്. ഇവിടെ മാങ്ങ സീസൺ ആകുമ്പോൾ ഈ മാവിലൊക്കെ മാങ്ങ പഴുത്ത് ഇവിടെ വന്ന് വീഴും. ആ സമയത്തൊക്കെ ഞങ്ങൾ ഫുൾ 2-3 ദിവസമൊക്കെ ഒന്ന് നിൽക്കൂടാ. മാങ്ങയൊക്കെ പിറകെ വീട്ടിലോട്ട് കൊണ്ടുപോകും. എന്ത് ടേസ്റ്റാണെന്നറിയാം മാങ്ങക്ക്, ഒരു രക്ഷയില്ല. അതിൻ്റെ ഇടയിൽ ചേച്ചിമാർ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കും. മാമ്പഴ പുളിശ്ശേരിയും കൂടി ചോറും കൂടി കഴിക്കുമ്പോഴേ വേറെ ലെവലാണ്. പൊന്നോ, നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ സ്റ്റേ ഇല്ല, നമുക്ക് ജസ്റ്റ് കറങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് പോവാം. അതിരപ്പള്ളി വരെ ഒന്ന് പോവാം. പിന്നെ ഈ സൈഡിലൊക്കെ ആനയൊക്കെ വന്നിക്കൂടാ, നൈസാണ്. അത് രാത്രി വൈകുന്നേരം സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് ആ വെള്ളത്തിലിറങ്ങി കുളിക്കാൻ പറ്റും. എന്നിട്ട് നേരെ അവിടെ നിന്ന് ആനയൊക്കെ വരും. അതൊക്കെ കണ്ടിങ്ങനെ ഒന്ന് കുളിക്കാം, നൈസാണ്. ഗൈസ് ഞാനിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടാ. ഞാനൊരു സാധനത്തിനെ കാണിച്ചു തരാടാ. അടുത്തേക്ക് പോകാൻ പറ്റില്ല, കാണിച്ചു തരാം. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റൂടാ. ഒരു സാധനം നിൽക്കണോടാ. ഗണപതി, അതിരപ്പള്ളിയിലെ ഗണപതിയാണ്ടാ നിൽക്കണത്. ഇപ്പോൾ വെറ്റിലപ്പാറ സൈഡിലാണ്ടാ നിൽക്കണത്. നമ്മൾ വണ്ടി അവിടെ ഒതുക്കിയിട്ടുണ്ട്. ദഹിക്കണം നമ്മുടെ ഗണപതി. പൊളി. നമ്മുടെ വണ്ടിയായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആനനെ കണ്ടിരിക്കട്ടെ, അതാണ് മൂഡ്. ഗോപ്രോയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഫോറസ്റ്റിനെ അറിയിച്ചിട്ടുണ്ട്. ഫോറസ്റ്റിൻ്റെ ആൾക്കാർ വരും. ആള് നിൽക്കണുണ്ട് ആൾക്കാർ. ചേട്ടൻ കുറച്ച് വീഡിയോസ് എടുത്താണ്. ഫോട്ടോസ് എടുത്താ അത് കാണിച്ചാലോ? കുറച്ച് അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ നോക്കലേടാ. ആ എന്നോട് പറഞ്ഞ ചേട്ടൻ ഇനിയിപ്പോൾ നമ്മളിവിടെ പണിയാവും. ശരിയാ, ഫോറസ്റ്റ് നമ്മൾ തമ്മിൽ അത്ര സുഖമുള്ള പരിപാടിയല്ല. ആ ഓ അടിപൊളി ചാനലുണ്ടോ ചേട്ടൻ? നിങ്ങൾ ഞാൻ എൻ്റെ പ്രൊഫഷണൽ, അടിപൊളി. പേരെന്താ വെച്ചാ? എൻ്റെ പേര് സതീഷ്. സതീഷ് അല്ലേ? ഇവിടെ തന്നെയാണോ വീട്? കൊരട്ടിയിലെ. അടിപൊളി. ഗണപതി അല്ലേ? ഗണപതി ആന. ഓക്കെ.
തിരക്കുണ്ടായിരുന്നില്ല, ആൾക്കാർ കൂടിയിട്ടുണ്ടായിരുന്നെങ്കിൽ സീനാനെ. നമുക്ക് എന്തായാലും ലക്കുണ്ട് കേട്ടോ. നമ്മ വെറ്റിലപ്പാറ, അതായത് അതിരപ്പള്ളി പോകുമ്പോൾ വെറ്റിലപ്പാറ പാലത്തിൻ്റെ സൈഡിൽ നിന്ന് ഇതിലേക്ക് കൂടി നമുക്ക് ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അത് ഫോറസ്റ്റിൻ്റെ എന്ന് പറയുമ്പോൾ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ വഴിയാണ്ടത്. വഴി ഇത്തിരി ശോകമാണ്, പക്ഷെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആനകളൊക്കെ കാണാനുള്ള സൈറ്റിങ്സ് ഉണ്ടാവും അവിടെ. അതുകൊണ്ട് നമുക്കിന്ന് ഈ വഴി കൂടി പോവാം. നമ്മുടെ ഈതൻ ബാവ ആദ്യമായിട്ടാണ് അതിരപ്പള്ളി വന്നത്. നമുക്കിന്ന് എന്തായാലും ഈ വഴി കൂടി യാത്രയാടാം. ആ ചേട്ടാ പറഞ്ഞ ആനയുണ്ട്, സൂക്ഷിച്ചു പോട്ടാന്ന് പറഞ്ഞു. ആ ഇത് പേടിക്കണ്ട, അപ്പയല്ലേ കൂടെ ഉള്ളത്. എന്ത് ഗ്രാമമല്ലേ ഇത്, ചെറിയൊരു ഗ്രാമം. ഗൈസ് അന്നത്തെ ദിവസം തന്നെ എനിക്ക് സാധനം സെറ്റ് ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. നമ്മുടെ മിറർ പൊട്ടിയിരിക്കണേള. അത് നമ്മുടെ ഈ ഏരിയയിലുള്ള സ്പെയർ പാർട്സ് കടയിലൊക്കെ പോയി ചോദിച്ചിട്ടൊന്നും സംഭവം കിട്ടിയില്ലടാ. ലാസ്റ്റ് ഞാൻ കുറേ നമ്മുടെ ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് അതിൽ സ്പെയർ പാർട്സിൽ എല്ലാവരും ഇരുന്ന് നിരത്തി വിളിച്ച്. നമുക്ക് സാധനം പെട്ടെന്ന് കിട്ടണം. പലരും പറയണത് ഒരാഴ്ച പോസ്റ്റ്, 3 ദിവസം പോസ്റ്റ്, ചിലവർ വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ല, മനസ്സിലായോ? അപ്പം അങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, നിരത്തി പിടിച്ച് ഗൂഗിളിൽ എല്ലാ നമ്പറിലോട്ടും കോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു പുള്ളി പറഞ്ഞ് വൈറ്റിലയിൽ ഒരു സ്ഥലത്ത് സാധനം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ വൈറ്റിലയിൽ ആ നമ്പർ തപ്പിപ്പിടിച്ച് ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഒറിജിനൽ ജെന്യൂൻ പാർട്സ് എന്ന് പറഞ്ഞിട്ടാണ് വന്നേക്കണത്. ഞാൻ കാണിച്ചു തരാം, അവിടെ എത്തിക്കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. സാധനം കിട്ടിയിട്ടുണ്ട്, പക്ഷേ കളർ വ്യത്യാസമുണ്ട്. അതായത് മാരുതിയുടെ ഇത് സ്പെയർ പാർട്സിൻ്റെ അവിടെ നിന്ന് തന്നെ പോയി മേടിച്ചേക്കണത്, പക്ഷേ കളർ വ്യത്യാസമുണ്ട്. എനിക്ക് തോന്നണത് ഇത് ഇത്തിരി കൂടിയ സാധനമാണ്. ഇപ്പം എനിക്ക് കിട്ടിയേക്കണത് കുറഞ്ഞ സാധനം ഉണ്ടാ. അതൊരു എത്ര രൂപയൊക്കെ എന്ന് ഞാൻ അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം ഗൈസ്. ഞാനിപ്പോൾ നമ്മുടെ ഇവിടുത്തെ കളത്തറയിലാണ് പോണത്. കളത്തറ എന്ന് പറഞ്ഞിട്ടൊരു സ്പോട്ട് ഉണ്ട്. അപ്പം നമുക്ക് അവിടെ പോയിരുന്ന് ഇത് ഫിറ്റ് ചെയ്യാടാ. അതിൻ്റെ ടൂളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ ഫിറ്റ് ചെയ്യാമെന്നൊന്നും അറിയില്ല, ജസ്റ്റ് നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. പായല് കയറിയിട്ട് പൂത്തിറക്കണ സീനാണ്ടാ കാണുന്നത്. അതായത് ഉണങ്ങിപ്പോയി. പച്ചപ്പായലായിരുന്നപ്പോൾ നല്ല രസമായിരുന്നു, പക്ഷെ ഇപ്പം മൊത്തം ഉണങ്ങി നശിഞ്ഞ് കിടക്കണേ. ഇവിടെയൊക്കെ നൈസ് ഫിഷ് കിട്ടുമല്ലോ ഇവിടെ, മീൻ. നമുക്കിത് ഈ കായൽ തീരത്ത് കൊണ്ടൊന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ടേ അവിടെ ഒന്ന് ഫിറ്റ് ചെയ്യാം. നൈസ്. ഇവിടെ ഒരു ബോട്ടൊക്കെ വന്നോ, അടിപൊളി.
SKC പൊടി ഇടാം, അതാ നല്ലത്. ഇവിടെ കിടക്കട്ടെ. വേണ്ട, മാരുതി സുസുക്കി ജെന്യൂൻ പാർട്സ് എന്നാണ്. പക്ഷേ ഇതിൻ്റെ കളർ നോക്കിയേ നിങ്ങൾ. ഇതിൽ ബാക്കിലൊന്നും എഴുതിയിട്ടില്ല. ടൊയോ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഒരു നമ്പറും കൊടുത്തിട്ടുണ്ട്, അത്ര കൊടുത്തുള്ളൂ കേട്ടോ. പക്ഷേ ഞാൻ ഓൾറെഡി ഇത് പൊട്ടിച്ച് നോക്കിയതാണ്ട. പിന്നെ എല്ലാ വ്ളോഗേഴ്സും കാണിക്കണ പോലെ പാക്ക് ചെയ്ത് ഒന്നും കൂടി വെച്ച് നിങ്ങൾ ഫ്രഷായിട്ട് കാണിക്കാന്നുള്ള മൈൻഡിലാണ്ട കാണിച്ചു. ഇതാണ് സാധനം. ഇതിൻ്റെ ബാക്കിലും ടൊയോ എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ ചെയ്തിട്ടുണ്ട്, കൃഷ്ണ. എല്ലാം ഒരു ബ്രാൻഡഡ് തന്നെ. കളർ വ്യത്യാസമുണ്ട്, പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റിന് ചെറിയൊരു വ്യത്യാസമുള്ളൂ. കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. 023659 023659. ഓക്കെ, 2 കോഡും ഓക്കെ ഉണ്ടോ? സെറ്റാണപ്പോൾ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഫിറ്റ് ചെയ്യുമെന്ന് ഇനി നോക്കാം കേട്ടോ. സംഭവം സെറ്റാണോ കൈസ്? ഓക്കെ, ഇത് എത്ര രൂപയെന്നറിയോ? ഇതിന് 200 രൂപ ആയിട്ടുള്ളൂ കേട്ടോ ഈ സാധനത്തിന്. വേണ്ട, 200 രൂപ, 200 റുപ്പീസാണ് അതിൻ്റെ അടുത്തുനിന്ന് മേടിച്ചത്. നമുക്കിത് ഇതഴിച്ച് കളയതിനേക്കാളും നല്ലത് ഇത്. ഞാനിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങനെ പഠിച്ചു പ്രസ് ചെയ്താൽ മതി. വേണ്ട, പ്രസ്. ഓക്കെ, ഇത്രയും കാര്യമുള്ളൂ. ജസ്റ്റ് പ്രസ് ചെയ്യുക, പിടിച്ച് വലിക്കുക. ഈ സാധനം ഇട്ട് ഒരു പിടുത്തം പിടിക്കേണ്ടി വരും. നെട്ടും ബോൾട്ടൊന്നും കിട്ടിയില്ല കേട്ടോ. നെട്ടും ബോൾട്ട് ഇതിൻ്റെ തന്നെ എടുത്തിടേണ്ടി വരും. നെട്ടും ബോൾട്ടും കളയാതെ എടുക്കാം. ഫ്രണ്ട്സ്, ഇത് ഊരി എടുത്തിട്ടാ. എൻ്റെ അമ്മ ഊരി എടുത്തപ്പോൾ എന്ത് വിഷ്വലാന്ന് നോക്കി. നൈസാണ്ടാ. അടിപൊളി. ആണ്ടാ, ഫുള്ള് വിഷ്വലായി. നല്ല രസം കാണാൻ. അടിപൊളി. പറിച്ചെടുത്തത് സെറ്റ്. ഓക്കെ, ഇത് ഊരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫിറ്റ് ചെയ്യാം. ജസ്റ്റ് ഇതേപോലെ തന്നെ നമുക്ക് അങ്ങോട്ട് ഫിറ്റ് ചെയ്താൽ മതി കേട്ടോ. അതന്നെ അങ്ങോട്ട് ഫിറ്റ് ചെയ്താൽ മതി. എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ വെച്ചാൽ മതി. ഞാൻ ഒന്ന് ഫിറ്റ് ചെയ്യട്ടെ ഗൈസ്. അങ്ങനെ ഫൈനലി ഞാൻ തന്നെ അത് ഫിറ്റ് ചെയ്ത് സെറ്റാക്കിട്ടാ. ഇനി സാധനം കൂടി ഇങ്ങനെ വെച്ച് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്താൽ സെറ്റ്. പരിപാടി കഴിഞ്ഞ്. അതിൻ്റെ വണ്ടിയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു സംഭവം ഒടിഞ്ഞു പോണത്. അപ്പോൾ എന്നെ വിട്ട് പോയത് ഇതാണ് സാധനം. ഓക്കെ, അപ്പോൾ മച്ചാന്മാരെ ഇത് സിമ്പിളാണ് ഊരാൻ. ജസ്റ്റ് ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പ്രസ് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. എന്നിട്ട് ഇട്ട് കഴിയുമ്പോൾ ഇതിങ്ങോട്ട് ഊരി ഇങ്ങനെ വെച്ചാൽ മതി. പരിപാടി കഴിഞ്ഞ് സെറ്റ്. അപ്പോൾ മച്ചാന്മാരെ ഒരിക്കലും ക്യാമറ ക്ലിപ്പൊന്നും ഇതിലിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കരുത്. ഇതേപോലെ പണി കിട്ടും. അപ്പോൾ മച്ചാന്മാരെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.